നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AV സന്ധ്യ രാജിവെച്ചൊഴിഞ്ഞ 9-ാം വാർഡ് ചാലിശ്ശേരിയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. സീറ്റ് നില തുല്യമായതിനാൽ UDF, LDF മുന്നണികൾക്ക് ഉപതെരഞ്ഞെടുപ്പ് നിർണായകം. ബൈക്കിലെത്തി ആക്രമിച്ച് ലോട്ടറിയും പണവും കവർന്നുവെന്ന ലോട്ടറി വിൽപ്പനക്കാരിയുടെ പരാതി വ്യാജമെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. കേസ് നടപടികൾ അവസാനിപ്പിക്കാനൊരുങ്ങി പോലീസ്. മണത്തല പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഉടലെടുത്ത ഭൂരേഖാ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗം ഐക്യകണ്ഠേന പാസാക്കി. കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുവാൻ പോകുന്നുവെന്നത് തെറ്റായ വാർത്തയെന്നും ചെയർപേഴ്സൺ. കടവല്ലൂർ പഞ്ചായത്തിലെ മുല്ലപ്പള്ളിക്കുന്നിലെ മണ്ണെടുപ്പിനെതിരെ സമരം നടത്തുന്ന നാട്ടുകാർക്കെതിരെ മണ്ണ് മാഫിയകളുടെ ഭീഷണി. സമരം ശക്തമാക്കാനൊരുങ്ങി സമരസമിതിയും. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് 18-ാം തീയതി തിങ്കളാഴ്ച ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകും. കലോത്സവത്തിന്റെ പ്രധാന വേദിയായ സ്കൂൾ ക്യാമ്പസ് കളറാക്കി NSS വോളണ്ടിയർമാർ. വീടിന്റെ പൂമുഖത്ത് വലിയ കാൽപാദം, ചോക്ക് കൊണ്ട് മാർക്കിങ്ങും. ആനായിക്കലാണ് സംഭവം. വീട്ടുകാർ ആശങ്കയിൽ. വാർത്തകൾ വിശദമായി. ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AV സന്ധ്യ രാജിവെച്ചൊഴിഞ്ഞ 9-ാം വാർഡ് ചാലിശ്ശേരിയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. സീറ്റ് നില തുല്യമായതിനാൽ UDF, LDF മുന്നണികൾക്ക് ഉപതെരഞ്ഞെടുപ്പ് നിർണായകം. ഡിസംബർ 11 ബുധനാഴ്ച വോട്ടെണ്ണൽ നടക്കും. നവംബർ 22 വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. നവംബർ 23 ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 25 തിങ്കളാഴ്ചയാണ്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന UDFിലെ AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത്. ആകെയുള്ള 15 വാർഡുകളിൽ UDFിനും LDFിനും 7 അംഗങ്ങൾ വീതമാണുള്ളത്. നിലവിൽ UDF നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരണം കൈയാളുന്നത്. സീറ്റുകൾ തുല്യ നിലയിലായതിനാൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ്. ബൈക്കിലെത്തി ആക്രമിച്ച് ലോട്ടറിയും പണവും കവർന്നുവെന്ന ലോട്ടറി വിൽപ്പനക്കാരിയുടെ പരാതി വ്യാജമെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. സാക്ഷിമൊഴിയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേസ് നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഗുരുവായൂർ ഐനിക്കുളങ്ങര പരേതനായ കൃഷ്ണന്റെ ഭാര്യ 74 വയസ്സുള്ള തങ്കമണിയാണ് കഴിഞ്ഞ 3-ാം തീയതി പരാതി ഉന്നയിച്ചത്. 2000 രൂപയുടെ ലോട്ടറിയും 500 രൂപയും കവർന്നെന്നും ഇവർ പരാതിയിൽ പറഞ്ഞിരുന്നു. തല പൊട്ടിയ ഇവർക്ക് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു. ഇത് 3-ാമത്തെ തവണയാണ് ആക്രമണത്തിനിരയാകുന്നതെന്നും ഇവർ പറഞ്ഞു. ഇതേ തുടർന്ന് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി വിൽപ്പനക്കാർ നഗരത്തിൽ പ്രകടനവും നടത്തി. നഷ്ടപ്പെട്ടുവെന്ന് ഇവർ പറഞ്ഞിരുന്ന ലോട്ടറിയിൽ 12,000 രൂപയുടെ സമ്മാനമുണ്ടായിരുന്നു. ഈ തുക ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. അബദ്ധത്തിലുള്ള വീഴ്ചയിൽ കല്ലിൽ തട്ടി തല പൊട്ടിയതാണെന്ന് പോലീസ് പറഞ്ഞു. അപ്രതീക്ഷിതമായ വീഴ്ചയിൽ ഉണ്ടായ മാനസിക സംഘർഷമാണ് ആക്രമണമെന്ന് തെറ്റിദ്ധരിച്ചതെന്ന് തങ്കമണി പറഞ്ഞു. ഇവരുടെ പ്രായം കണക്കിലെടുത്ത് കൂടുതൽ നടപടിയില്ലാതെ കേസ് തീർക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. CCTV ന്യൂസ് ഗുരുവായൂർ. വീടിന്റെ പൂമുഖത്ത് വലിയ കാൽപാദം, ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയ മാർക്കിങ്ങും. ആനായിക്കൽ അങ്കൺവാടി പുത്തൻകുളം റോഡിൽ പണ്ടാരിക്കൽ ഗംഗാധരന്റെ വീടിന്റെ പൂമുഖത്താണ് സാധാരണയിലധികം വലിപ്പമുള്ള കാൽപാദം പതിഞ്ഞിട്ടുള്ളത്. സമീപമുള്ള മേൽവീട്ടിൽ രാജീവിന്റെ വീട്ടിലെ പിൻഭാഗത്ത് ചോക്ക് ഉപയോഗിച്ച് ചില മാർക്കിങ്ങുകളും കണ്ടെത്തി. എന്താണ് സംഭവമെന്നറിയാത്തതിനാൽ വീട്ടുകാർ ആശങ്കയിലാണ്. ദേശീയപാത 66 തിരുവത്ര പുതിയറയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഡിവൈഡറിൽ ഇടിച്ച് അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്ന് ലോഡുമായി എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില ഭാഗത്ത് അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകട കാരണമെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം തകർന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ മുല്ലപ്പള്ളിക്കുന്നിലെ മണ്ണെടുപ്പിനെതിരെ സമരം നടത്തുന്ന നാട്ടുകാർക്കെതിരെ മണ്ണ് മാഫിയകളുടെ ഭീഷണി. സമരം ശക്തമാക്കാനൊരുങ്ങി സമരസമിതിയും. മുല്ലപ്പള്ളിക്കുന്നിനെ മറ്റൊരു ചൂരൽമലയാക്കരുതെന്നും സർക്കാർ ഭൂമിയും പട്ടയഭൂമിയും ഉൾപ്പെടുന്ന മുല്ലപ്പള്ളിക്കുന്നിൽ നിന്നും മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് നൽകിയ അനുമതി റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് സംരക്ഷണ സമിതി നാട്ടുകാർക്കൊപ്പം പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. സർവേ നടത്തി പട്ടയഭൂമി തിട്ടപ്പെടുത്തുന്നതുവരെ പോപ്പുലർ ഗ്രാനൈറ്റ്സിനെ പാറഖനനത്തിന് നൽകിയ അനുമതി റദ്ദാക്കുക, പ്രദേശത്ത് സംഭവിച്ച പാരിസ്ഥിതികാഘാതം സംബന്ധിച്ച് അടിയന്തരമായി പഠനം നടത്തുക,
അനുമതി നൽകിയതിലധികമായി പാറഖനനം നടത്തിയ പോപ്പുലർ ഗ്രാനൈറ്റ്സിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, സർക്കാർ ഭൂമിയും പട്ടയഭൂമിയും വ്യാജ പ്രമാണമുണ്ടാക്കി കൈവശപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരസമിതി ഉന്നയിക്കുന്നത്. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ സജീവ് വലിയവളപ്പിൽ, സമരസമിതി കൺവീനർ നസ്രുദ്ദീൻ, വൈസ് ചെയർമാൻ എം എ കമറുദ്ദീൻ, സജീവ് പി എന്നിവർ പറഞ്ഞു. ഇവിടെ സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വണ്ടികളൊക്കെ തടഞ്ഞിട്ടിരിക്കുകയാണ്. അവരൊരു ഗുണ്ട മാഫിയ ടീം പോലെയാണ് അവർ വരുന്നത്. വന്നിട്ട് കത്തിയെടുത്ത് പള്ളക്ക് കയറ്റും, അങ്ങനത്തെ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമ്മൾ വികസനത്തിന് എതിരൊന്നല്ല, കാരണം ആ വികസനം ചെയ്യണതിൻ്റെ പരമാവധി അവർ ഇവിടുന്ന് മണ്ണും കല്ലും കൊണ്ടുപോലെ കഴിഞ്ഞ് പ്രതിഷേധം എന്തായാലും ഉണ്ടാവും. ഈ ചെറിയ റോഡിൽ കൂടെ ഇത്രയും വലിയ വണ്ടികൾ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഇതുപോലെ സ്കൂളിട്ട് വരുന്ന ഞങ്ങൾ ഈ കുട്ടികളെ എങ്ങനെ വിളിച്ചിട്ട് പോകുമ്പോൾ ഈ കുട്ടികൾ ചെറിയ കുട്ടികളെ എടുത്തു കൂടെയാണ് ഈ വണ്ടികൾ പോവുക. അസുഖങ്ങളാണ് കുട്ടികൾക്ക്. പിന്നെ മണ്ണെടുത്ത് കഴിഞ്ഞാൽ അത് മൊത്തം ഇടിഞ്ഞിങ്ങോട്ട് പോരും. പിന്നെ വീടുകൾക്ക് വിള്ളൽ വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് തന്നെ പേടിയാവുന്നുണ്ട്. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് 18-ാം തീയതി തിങ്കളാഴ്ച തുടക്കമാകുന്നതോടെ നാടും നഗരവും ഉത്സവലഹരിയിലാകും. താളമേളങ്ങൾക്കൊപ്പം ഒരു നാടും നഗരവും ചുവടുവെക്കുന്ന കാഴ്ചയാണ് ഇനി കുന്നംകുളത്ത് അരങ്ങേറുക. നവംബർ 18, 19, 20, 21 തീയതികളിലായാണ് കലോത്സവം. വിവിധ വേദികൾ മത്സരാർത്ഥികളെയും അധ്യാപകരെയും വിധികർത്താക്കളെയും കലാസ്വാദകരെയും വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കലോത്സവത്തിന് പ്രധാന വേദിയാകുന്ന ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂറ്റൻ പന്തലുകൾ ഉയർന്നു. ബന്ധപ്പെട്ട കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരുക്കങ്ങൾക്കായി വിവിധ സബ് കമ്മിറ്റികളും അധ്യാപകരും NSS ഗ്രൂപ്പുകളും സജ്ജമായി പ്രവർത്തിച്ചുവരികയാണ്. ടൗൺ ഹാൾ, CSI ഹെറിറ്റേജ് ലൈബ്രറി ഹാൾ, CMS PG സ്കൂൾ, സ്നേഹാലയം സ്കൂൾ ഹാൾ, GLPS, BRC മെയിൻ ഹാൾ, മിനി ഹാൾ എന്നിവിടങ്ങളാണ് കലോത്സവത്തിന് വേദിയാവുക. കുന്നംകുളം ഉപജില്ലാ കലോത്സവം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി ക്യാമ്പസ് കളറാക്കി NSS വോളണ്ടിയർമാർ. കലോത്സവത്തിന്റെ പ്രധാന വേദി കൂടിയായ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുന്ന മത്സരാർത്ഥികളെയും അധ്യാപകരെയും വിധികർത്താക്കളെയും കലാസ്വാദകരെയും സ്വീകരിക്കുന്നതിനാണ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ ചിത്രരചന നടത്തിയത്. നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരായ VP നിരഞ്ജൻ, JK സംറിൻ, അഫ്ര ആയിഷ, മാജിദ, ലക്ഷ്മി, ഹിബ എന്നിവരാണ് ചിത്രരചനയ്ക്ക് നേതൃത്വം നൽകിയത്. മണത്തല പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഉടലെടുത്ത ഭൂരേഖ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗം ഐക്യകണ്ഠേന പാസാക്കി. ചാവക്കാട് നഗരസഭയിലെ 20-ാം വാർഡ് മണത്തല പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുവാൻ പോകുന്നുവെന്ന തെറ്റായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ജനങ്ങളെ ആശങ്കപ്പെടുത്തി ചില തൽപര കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിനും വർഗീയ ധ്രുവീകരണത്തിനും വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കള്ളപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ പ്രദേശത്ത് നിലവിലുള്ള വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിന് സംസ്ഥാന സർക്കാരിനോട് നഗരസഭാ കൌൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, പ്രതിപക്ഷ നേതാവ് KV സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം ശിശുദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു. 500 കിറ്റുകളാണ് കുരുന്നുകൾക്ക് ആദ്യ സമ്മാനമായി വിതരണം ചെയ്യുന്നത്. കേരള വിഷൻ മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ള സംവിധാനമുണ്ട് എന്നതിന്റെ തെളിവാണ് കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയെന്ന് MK വർഗീസ് പറഞ്ഞു. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് D. ദാസ്, തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോളിന് കിറ്റുകൾ നൽകി. എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയതിന് തൃശൂർ ജനറൽ ആശുപത്രിയുടെ അഭിനന്ദന പത്രം കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി ജോർജ് D. ദാസിന് ചടങ്ങിൽ കൈമാറി. ചലച്ചിത്ര താരം ഭാമ മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, ഡോക്ടർ VK മിനി, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P. ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അനൂപ്, തൃശൂർ കേരള വിഷൻ MD T. ജയപ്രകാശ്, കേരള വിഷൻ ഡയറക്ടർ KG സുബ്രഹ്മണ്യൻ, മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, എന്റെ കൺമണി ജില്ലാ കോർഡിനേറ്റർ ജേക്കബ് ജെറോം തുടങ്ങിയവർ സംസാരിച്ചു.
കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന കേരള വിഷന്റെ പദ്ധതിയായ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി 3 വർഷം പിന്നിടുകയാണ്. ന്യൂസ് ഡെസ്ക് CCTV. തൃശൂർ തിരുനാവായ സ്വരൂപങ്ങളിലെ വേദപണ്ഡിതരുടെ പാണ്ഡിത്യം മാറ്റുരയ്ക്കുന്ന കടവല്ലൂർ അന്യോന്യത്തിന് തിരിതെളിഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി അന്യോന്യത്തിന്റെയും അന്തർദേശീയ സെമിനാറുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. കടവല്ലൂർ അന്യോന്യ പരിഷത്ത് നൽകിവരുന്ന വേദബന്ധു പുരസ്കാരം ഡോക്ടർ സുധ ഗോപാലകൃഷ്ണന് സമ്മാനിച്ചു. ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരമധ്യത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പരിശോധിച്ച് ശാശ്വത പരിഹാരം കാണുമെന്ന് നഗരസഭാധ്യക്ഷ ഷീജ പ്രശാന്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയും പോലീസിന്റെയും ട്രാഫിക് കമ്മിറ്റിയുടെയും മോട്ടോർ വകുപ്പിന്റെയും യോഗം ചേരും. ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഈ മാസം 22-നാണ് യോഗം ചേരുക എന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ദിനംപ്രതി ചാവക്കാട് നഗരത്തിൽ അപകടവും അപകടമരണവും നടക്കുന്നതിനെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. അവിടുത്തെ അപകടത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ വലിയ കണ്ടെയ്നർ വാഹനങ്ങൾ പോകുമ്പോൾ ചെറിയ വണ്ടികൾ, അതായത് പ്രത്യേകിച്ചും ബൈക്ക് പോലുള്ള യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. അത് ബൈക്ക് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളാണ് കൂടുതൽ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പോലീസിനെ അവിടെ പീക്ക് അവറുകളിൽ നിർത്തി ഈ വിഷയം പരിഹരിക്കാവുന്നതാണ് എന്നാണ് അവിടെ സ്ഥലപരിശോധന നടത്തിയപ്പോൾ പോലീസും ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചർച്ച ചെയ്ത് വേണ്ട തീരുമാനങ്ങൾ എടുത്ത് പോകും. ഗുരുവായൂർ ഏകാദശി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പോസ്റ്റൽ വിളക്ക് ആഘോഷിച്ചു. തപാൽ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. പൂർണ്ണമായും നെയ്വിളക്കാണ് തെളിയിച്ചത്. ക്ഷേത്രത്തിൽ ഉച്ചതിരിഞ്ഞ് കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. സന്ധ്യയ്ക്ക് തായമ്പകയും രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് പറക്കാട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവുമുണ്ടായിരുന്നു. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും അരങ്ങേറി. വിളക്കാഘോഷത്തിന്റെ 6ാം ദിവസമായ ശനിയാഴ്ച പടിഞ്ഞാറേനട ജയശ്രീയിൽ V ബാലകൃഷ്ണൻ നായർ വക വിളക്കാഘോഷിക്കും. കരിക്കാട് സെന്റ് ജോർജ് പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ മൈക്കിൾ ഗീവർഗീസ് കൊടിയേറ്റം നടത്തി. നവംബർ 23, 24 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച വൈകിട്ട് 6-ന് പൂങ്കാവനം കുരിശുപള്ളിയിൽ നിന്ന് വിളംബര ഘോഷയാത്ര ആരംഭിച്ച പള്ളിയിൽ സമാപിക്കും. തുടർന്ന് സന്ധ്യാ നമസ്കാരത്തിന് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, പെരുന്നാൾ ആഘോഷവും നടക്കും. ഞായറാഴ്ച രാവിലെ 7:30-ന് പ്രഭാത പ്രാർത്ഥന. തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികനാകും. പകൽ പെരുന്നാൾ വൈകിട്ട് 4-ന് സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ മൈക്കിൾ ഗീവർഗീസ്, സെക്രട്ടറി VK രാജൻ, ട്രഷറർ രാജു KI എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് നാളെ തുടക്കം. തീർത്ഥാടകരെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത് മണ്ഡലകാലത്താണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ദിനംപ്രതി ഗുരുവായൂരിൽ എത്തുക. തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനും കെട്ടുനിറയ്ക്കാനും ക്ഷേത്രത്തിൽ സൗകര്യങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് വൃശ്ചികപ്പിറവി ദിനമായ നാളെ തുടക്കമാകും. മണ്ഡലകാലത്ത് ആദ്യ 30 ദിവസം ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് 5 പ്രദക്ഷിണം ഉണ്ടാകും. ഇടുതുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങൾ ശീവേലിക്ക് അകമ്പടിയാകും. നാളെ മുതൽ 40 ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് ഗുരുവായൂരപ്പനെ പഞ്ചഗവ്യം അഭിഷേകം ചെയ്യും. പ്രത്യേകമായി തയ്യാറാക്കുന്ന പഞ്ചഗവ്യം പ്രത്യേക പൂജകൾ നടത്തി ചൈതന്യപൂരിതമാക്കിയാണ് ഗുരുവായൂരപ്പനെ അഭിഷേകം ചെയ്യുക. മണ്ഡലകാലത്ത് ഓദിക്കൻ കുടുംബാംഗങ്ങളായ മൂന്നൂലം, പൊട്ടക്കുഴി, കക്കാട്, പഴയം എന്നിവിടങ്ങളിലെ കാരണവന്മാരാണ് ഉച്ചപൂജ നടത്തുക. മണ്ഡലം 41-ാം ദിവസം കളഭാട്ടമാണ്. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും അഭിഷേകം നടത്തുന്നത് വർഷത്തിൽ മണ്ഡല സമാപന ദിവസം മാത്രമാണ്. കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടത്തുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. വേലൂർ തോന്നല്ലൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി.
മന്തിയത്ത് വീട്ടിൽ സുരേഷിന്റെ മകൻ 16 വയസ്സുള്ള അനന്തനെയാണ് കാണാതായത്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ്. വൈകിട്ട് തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളുടെ വീട്ടിലും സുഹൃത്തുക്കളോടും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 04885 2730 02 എന്ന സ്റ്റേഷൻ നമ്പറിലോ 94 97 98 05 32 94 97 94 72 07 എന്നീ നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ്. റേഷൻ കാർഡുകളിലെ തെറ്റ് തിരുത്താൻ കാർഡ് ഉടമകൾക്ക് അവസരം നൽകാനും അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനും നടപടിയുമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ പദ്ധതിക്ക് തുടക്കമായി. 15 മുതൽ ഡിസംബർ 15 വരെ പദ്ധതി നീണ്ടുനിൽക്കും. റേഷൻ കാർഡിലെ തെറ്റു തിരുത്താനും മാറ്റം വരുത്താനും കാർഡ് ഉടമകൾ ഇനി റേഷൻ കടകളിൽ പോയാൽ മതി. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും പുതുതായി ആധാർ നമ്പർ ചേർക്കാനും പദ്ധതി പ്രകാരം അവസരമുണ്ടായിരിക്കും. കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം നടപ്പാക്കിയപ്പോഴുണ്ടായ തെറ്റു തിരുത്താനും വിവരങ്ങൾ പുതുക്കാനും കാർഡ് ഉടമകൾക്ക് അവസരമുണ്ടാകും. ഓരോ റേഷൻ കടകളിൽ ഇതിനായി പ്രത്യേക പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. റേഷൻ കടകൾക്ക് മുന്നിൽ താഴിട്ടുപൂട്ടി സ്ഥാപിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ പരാതികളും അപേക്ഷകളും നിക്ഷേപിക്കാവുന്നതാണ്. അംഗങ്ങളുടെയും ഉടമയുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡ് ഉടമയുമായുള്ള ബന്ധം, അംഗങ്ങളുടെ തൊഴിൽ തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ പദ്ധതി പ്രകാരം തിരുത്താവുന്നതാണ്. പാചകവാതക കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും ചേർക്കാം. മതിയായ രേഖകൾക്കൊപ്പം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതി. അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന, അന്ത്യോദയ, അന്നയോജന കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അറിയിക്കാം. ഡിസംബർ 15 ശേഷം അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധിച്ച് തെറ്റുകൾ തിരുത്തും. ബുക്ക് രൂപത്തിലെ കാർഡുകൾ മാറ്റി സ്മാർട്ട് കാർഡുകളാക്കുന്നതിന് മുൻപ് വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുകയാണ് തെളിമയുടെ ലക്ഷ്യം. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം YMCAയുടെ അഖില ലോക പ്രാർത്ഥനാ വാരത്തിന് തുടക്കമായി. നവംബർ 14 മുതൽ 16 വരെ കുന്നംകുളം YMCA ഹാളിലാണ് അഖില ലോക പ്രാർത്ഥനാ വാരം ആചരിക്കുന്നത്. വിശ്വാസയാത്ര പ്രപഞ്ചത്തിലൂടെ എന്നതാണ് വിഷയം. ചിറളയം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറം പ്രാരംഭ പ്രാർത്ഥന നടത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു. കുന്നംകുളം മലങ്കര ഓർത്തഡോക്സ് സഭ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് P. രഞ്ജൻ മാത്യു അധ്യക്ഷനായി. സെക്രട്ടറി ജോജു പാപ്പു, റിലീജിയസ് കൺവീനർ എബ്രഹാം ലിങ്കൺ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം YMCA രൂപീകരിച്ച പുതിയ കൊയർ ഗാനസംഘത്തിന്റെ ഗാനശുശ്രൂഷയും നടന്നു. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളി വികാരി റവറൻ അനു ഉമ്മൻ സമാപന പ്രാർത്ഥന നടത്തി. ബേസിൽ വർഗീസ്, അബ്രഹാം പൊന്നൂസ്, കോശി ജോൺസൺ എന്നിവർ വിവിധ ദിവസങ്ങളിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി മുഖ്യ സന്ദേശം നൽകും. ഗാനശുശ്രൂഷയ്ക്ക് മിഷൻസ് ഇന്ത്യ മ്യൂസിക് ടീം നേതൃത്വം നൽകും. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. വിവിധ നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ ആഘോഷ പരിപാടികൾ നടത്തുമെന്നും ഭാരവാഹികൾ പുന്നയൂർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ 10 മണി വരെ സ്പീഡ് ബോയ്സ് അഞ്ഞൂരിന്റെ നേതൃത്വത്തിൽ നാസിക് ഡോൾ ഉണ്ടായി. ശനിയാഴ്ച രാത്രി 9 മുതൽ 11 മണി വരെ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ്, സെന്റ് മേരീസ് വരന്തരപ്പള്ളി എന്നീ ടീമുകൾ മാറ്റുരയ്ക്കുന്ന ബാൻഡ് വാർ. ഞായറാഴ്ച സ്പീഡ് ബോയ്സ് അഞ്ഞൂരിന്റെ 10ാം വാർഷികവും ഇതോടനുബന്ധിച്ച് നടത്തും. ചിറക്കൽ കാളിദാസൻ, ബോൺബോൺ കമ്മിറ്റിയുടെ മന്നലാങ്ങുന്ന് ശരൺ അയ്യപ്പൻ എന്നീ ഗജവീരന്മാർക്ക് രാവിലെ 9:30 പള്ളിനടയിൽ സ്വീകരണം നൽകും. ഉച്ചയ്ക്ക് 2 മുതൽ സൗവർണിക കലാലയത്തിന്റെ തെയ്യം, രാഗദീപം മുണ്ടത്തിക്കോടിന്റെ ബാൻഡ് മേളം എന്നിവ ചിറക്കൽ കാളിദാസിന്റെ അകമ്പടിയോടെ പള്ളിനടയിലെത്തി രാത്രി 7 സമാപിക്കും. വിവിധ കമ്മിറ്റികളുടെ 11 ഗജവീരന്മാരും ബാൻഡ് വാദ്യം, ചെണ്ടമേളം എന്നിവയുടെ പള്ളിനടയിൽ അണിനിരക്കുന്നതോടെ പ്രാദേശികാഘോഷങ്ങൾക്ക് സമാപനമാകും. തിരുനാളിനോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ 7 മണി വരെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടാകുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ നോമി സി സൈമൺ, M. ഗിരീഷ്, ഡെയ്സൺ വാഴപ്പള്ളി, സിൻഡോ വെള്ളറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാസം വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ട് വിപുലമായി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏതാനും വർഷങ്ങളായിട്ട് തന്നെ 10-20 വർഷങ്ങളായിട്ട് ഞായറാഴ്ച വിവിധ നാട്ടുകൂട്ടങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആനയും അതുപോലെ ബാൻഡ് മേളങ്ങളും വിവിധ കലാപരിപാടികളുമായിട്ട് നടത്തുന്ന പരിപാടികൾ ഇക്കൊല്ലവും വിപുലമായി നടത്തപ്പെടുകയാണ്. ഇപ്രാവശ്യം 11 നാട്ടുകൂട്ടങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. അതിൽ പ്രധാനമായിട്ടും സ്പീഡ് ബോയ്സ്, അതുപോലെ നിരവധി വർഷങ്ങളായി നടത്തുന്ന ന്യൂ ബോൺ ബോൺസ് അടക്കമുള്ള ടീമുകളുണ്ട്. CCTV ന്യൂസ്, പൊന്നയൂർകുളം. മണത്തലയിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ശുചിമുറി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി.
ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ശുചിമുറി കാട് പിടിച്ച് മലിനമായി കിടക്കുന്നതിനെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ. വിവിധ ആവശ്യങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് സന്ദർശിക്കുന്നവർക്കും സമീപത്തെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കും ഉപയോഗിക്കാൻ നിർമ്മിച്ചതായിരുന്നു ശുചിമുറി. വെട്ടിക്കടവിൽ കിളിപ്പാടം പദ്ധതി വന്നില്ലെങ്കിലും ധാരാളം ദേശാടന കിളികൾ വിരുന്നെത്തി. പക്ഷി നിരീക്ഷകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കാനായി 4 വർഷം മുൻപാണ് പോർക്കുളം പഞ്ചായത്തിൽപ്പെട്ട വെട്ടിക്കടവിൽ കിളിപ്പാടം പദ്ധതിക്ക് തുടക്കമിട്ടത്. ബണ്ടുവരമ്പ് നവീകരണം, നടപ്പാത, തോടിനു കുറുകെ നടപ്പാലം, ചെറിയ കുടിലുകൾ എന്നിവ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഇതിനായി 2 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ബണ്ടുവരമ്പിൽ ടൈൽ വിരിക്കുന്നതുൾപ്പെടെയുള്ള പണികൾക്ക് കർഷകരുടെ എതിർപ്പുണ്ടായി. ബണ്ടുവരമ്പിൽ കോൺക്രീറ്റ് ചെയ്താൽ ട്രാക്ടർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. ഇതോടെയാണ് പദ്ധതി നിലച്ചത്. വെട്ടിക്കടവിൽ കൃഷിയിറക്കലിനെ വെള്ളം വറ്റിച്ചപ്പോൾ ആയിരക്കണക്കിന് കൊക്കുകളാണ് വിരുന്നെത്തിയത്. ഒട്ടേറെ ദേശാടന കിളികളും എത്തിയിട്ടുണ്ട്. മുരളി പെരുന്നെല്ലി MLAയുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 5:30 കൂമ്പുള്ളി പാലത്തിന് സമീപം കർഷക കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. ഇടിയഞ്ചിറ റെഗുലേറ്ററിലെ ഷട്ടറുകൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഊരിമാറ്റിയത് ഇതുവരെയായും പുനഃസ്ഥാപിക്കാത്തതും ഉപ്പുവെള്ളം കായലിൽ നിന്നും കയറാതിരിക്കാൻ താൽക്കാലികമായി നിർമ്മിക്കാറുള്ള വളയം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതും കാരണം വൻതോതിൽ ഉപ്പുവെള്ളമാണ് KLDC കനാലിലേക്ക് കയറിയിട്ടുള്ളത്. ഇതുമൂലം കൃഷിക്ക് കനാലിലെ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. 4000 കുടുംബങ്ങൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന എളവള്ളി പഞ്ചായത്തിന്റെ ജലനിധിയും ഇതുമൂലം അവതാളത്തിലായിരിക്കുകയാണ്. കർഷകരുടെയും പൊതുജനങ്ങളുടെയും ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിൽ MLA പരാജയപ്പെട്ടുവെന്നാരോപിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. DCC സെക്രട്ടറി PK രാജൻ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരായ CJ സ്റ്റാൻലി, KS ദീപൻ, കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് KB ബാബുരാജ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പന്നിത്തടത്ത് നടത്തുന്ന സെമിനാറിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വെള്ളറക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടം എക്സിക്യൂട്ടീവ് അംഗം EK മിനി അധ്യക്ഷയായി. വെള്ളറക്കാട്, മനപ്പടി, എരുമപ്പെട്ടി, നെല്ലുവായ്, കടങ്ങോട് പ്രദേശങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ NS സത്യൻ, അക്ബർ അലി, സുധീഷ് പറമ്പിൽ, KR രാധിക, റഷീദ് എരുമപ്പെട്ടി, KP ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പന്നിത്തടം സിംല ഗ്രൗണ്ടിൽ നടക്കുന്ന ചരിത്രവും വർത്തമാനവും എന്ന ശീർഷകത്തിലുള്ള സെമിനാർ ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സാധു ആനന്ദവനം, ചുന അഖാഡ വാരണാസി, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, ഫാദർ ലൂക്ക് ബാബു എന്നിവർ പ്രഭാഷണം നടത്തും. ചുണ്ടൽ തത്തുമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ദേശവിളക്കും അന്നദാനവും നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ക്ലാസിക് നൃത്തനൃത്യങ്ങളും ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് വൈക്കം ശിവഹരി ഭജൻസിന്റെ ഹൃദയജപലഹരിയും അരങ്ങേറും. വിളക്ക് ദിവസമായ ഞായറാഴ്ച രാവിലെ മുതൽ ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ സമിതിയുടെയും പുതുശ്ശേരി ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നാരായണീയ പാരായണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും. രാവിലെ മുതൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ അന്നദാനവും ഉണ്ടായിരിക്കും. വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെയും നാദസ്വരത്തിന്റെയും കാവടിയുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. മണത്തല തത്വമസി അയ്യപ്പൻ വിളക്ക് സംഘം ദേശവിളക്കാഘോഷത്തിൽ വിളക്ക് പാർട്ടിയാകും. നിരവധിയായ താളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിൽ സമാപിക്കും. തുടർന്ന് പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടും തട തുടങ്ങിയ ചടങ്ങുകളോടെ ദേശവിളക്കാഘോഷത്തിന് സമാപനമാകും. CCTV ന്യൂസ് കേച്ചേരി. തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിൽ താലൂക്കിൽ അറ്റലാഭത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച സംഘത്തിനുള്ള അവാർഡ് ചാവക്കാട് സർവീസ് സഹകരണ ബാങ്കിന്. പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ്, സെക്രട്ടറി MJ സജു എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. 2024 അണ്ടർ 19 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം മുഹമ്മദ് ഇനാൻ ഇടം നേടി. പുന്നേർകുളം പരൂർ വീട്ടിലെ വളപ്പിൽ ഷാനവാസ് റഹീന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഇനാൻ. ഓസ്ട്രേലിയക്കെതിരെയായ അണ്ടർ 19 ടെസ്റ്റ് ഏകദിന പരമ്പരയിൽ ഇനാൻ മികച്ച പ്രകടനം നടത്തി ശ്രദ്ധേയനായിരുന്നു. 2 പരമ്പരകളും ഇന്ത്യ ജയിച്ചപ്പോൾ നിർണായക ശക്തിയായത് മുഹമ്മദ് ഇനാന്റെ മിന്നുന്ന പ്രകടനമായിരുന്നു. ഏകദിനത്തിൽ 6 വിക്കറ്റും ടെസ്റ്റിൽ 16 വിക്കറ്റും നേടിയാണ് ഇനാൻ മത്സരങ്ങളിലുടനീളം മികച്ച കളിക്കാരനായത്.
കൂച്ച് ബെഹാർ ട്രോഫിയിലും ഇനാൻ കളിക്കുന്നുണ്ട്. ഗ്രൂപ്പ് എയിൽ നവംബർ 30-ന് ദുബായിൽ നടക്കുന്ന പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ജപ്പാനും UAEയുമാണ് മറ്റ് ടീമുകൾ. ഷാർജയിലെ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലിച്ചിരുന്ന മുഹമ്മദ് ഇനാനെ അവിടെ പരിശീലകരായിരുന്ന മുൻ പാകിസ്ഥാൻ താരം സക്ലെയ്ൻ മുഷ്താഖ് ആണ് സ്പിന്നിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത്. കൂടുതൽ അവസരം നാട്ടിലാണെന്ന് തിരിച്ചറിഞ്ഞ ഇനാൻ പിന്നീട് നാട്ടിലേക്ക് മടങ്ങി അണ്ടർ-14 കേരള ടീമിൽ അംഗമായി. കൂച്ച് ബെഹാർ ട്രോഫിയിലെ ബോളിംഗ് പ്രകടനം ഇന്ത്യൻ ടീമിലേക്ക് വാതിൽ തുറന്നു. കേരളവർമ്മ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഓസ്ട്രേലിയയുമായി നടന്ന മത്സരത്തിലെ മുഹമ്മദ് ഇനാന്റെ പ്രകടനത്തെ തുടർന്ന് പുന്നൂർകുളത്ത് സ്വീകരണം ഒരുക്കിയിരുന്നു. CCTV ന്യൂസ്, പുന്നൂർകുളം. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവ പ്രശ്ന പരിഹാര കർമ്മങ്ങൾക്ക് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന പരിഹാര കർമ്മങ്ങൾ ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. വിവിധ ദിവസങ്ങളായി ദേവതകൾക്ക് പത്മമിട്ട് പൂജ, ബ്രാഹ്മണർക്ക് കാൽ കഴുകിച്ചൂട്ട്, സുദർശന ഹോമം, പ്രേതവേർപാട് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭഗവതിക്ക് കലശാഭിഷേകവും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ശ്രീകൃഷ്ണ കോളേജും ആസ്റ്റർ മെഡിസിറ്റിയും സംയുക്തമായി ആരോഗ്യധാര 2024 എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജീവിതശൈലി രോഗപരിശോധന, ബോധവൽക്കരണ സെമിനാർ, ഓപ്പൺ ക്വിസ് മത്സരം, ചിത്ര പ്രദർശനം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP ആമുഖ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി DMO ഡോക്ടർ KN സതീഷ്, ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് എന്നിവർ വിശിഷ്ടാതിഥികളായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ U വിശ്വനാഥൻ, ശ്രീകൃഷ്ണ കോളേജ് IQAC കോർഡിനേറ്റർ VN ശ്രീജ, ശ്രീകൃഷ്ണ കോളേജ് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ G ഗായത്രി, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ സംസാരിച്ചു. ജീവിതശൈലി രോഗ ബോധവൽക്കരണ സെമിനാറിന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ സീനിയർ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ VJ ആൻസി നേതൃത്വം നൽകി. പ്രമേഹദിന ബോധവൽക്കരണ ഓപ്പൺ ക്വിസ് മത്സരത്തിന് തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജെയിൻ J തേറാട്ടിൽ നേതൃത്വം നൽകി. അനുഷ AV, അശ്വിനി കൃഷ്ണ എന്നിവരടങ്ങിയ ടീം 1ാം സ്ഥാനവും അർച്ചന ദാസ്, KB രഞ്ജന എന്നിവരടങ്ങിയ ടീം 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് തൃശൂർ ഡെപ്യൂട്ടി DMO ഡോക്ടർ KN സതീഷ് പുരസ്കാര വിതരണം നടത്തി. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, NSS വളണ്ടിയർമാർ എന്നിവർ മുഖ്യ സംഘാടകരായി. ബോധവൽക്കരണത്തോടനുബന്ധിച്ച് 500-ലധികം പേർ പരിശോധനകൾ നടത്തി. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ കളമെഴുത്ത് പാട്ടിന് ശനിയാഴ്ച തുടക്കമാകും. മേൽശാന്തി വൈകുണ്ഠം നാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജ നടക്കും. പൈങ്കുളം സജീവ് കുറുപ്പാണ് കളമെഴുത്ത് പാട്ട് കാർമ്മികൻ. കളമെഴുത്ത് ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയാണ് കളം പൂജ. നവംബർ 24 ഞായറാഴ്ച താലപ്പൊലിയോടെ കളമെഴുത്ത് പാട്ട് കാലം കൂടും. ശേഷം കളമെഴുത്തിന്റെ ഭാഗമായി നടത്തിവരാറുള്ള ക്ഷേത്രപാലകന്റെ നടക്കൽ നാളികേരമുടയ്ക്കലും ഉണ്ടാകും. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശിവരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജി ഷരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബോൾ ടൂർണമെന്റിൽ ശനിയാഴ്ച മുതൽ ക്വാർട്ടർ പോരാട്ടങ്ങൾ. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ നിന്നും വിജയം നേടിയ 8 ടീമുകളാണ് ക്വാർട്ടർ പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുക. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് നടന്ന ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ MES വളാഞ്ചേരി വടക്കാഞ്ചേരി വ്യാസ കോളേജിനെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടിയത്. രണ്ടാമത്തെ മത്സരത്തിൽ പടിഞ്ഞാറങ്ങാടി മൈനോറിറ്റി കോളേജും ഫാറൂഖ് കോളേജും ഏറ്റുമുട്ടിയതിൽ 1-2 ഗോളുകൾക്ക് മൈനോറിറ്റി കോളേജ് ഫാറൂഖിനെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ഉച്ചയ്ക്ക് ശേഷം നടന്ന മത്സരങ്ങളിൽ കോഴിക്കോട് സമൂറിൻ ഗുരുവായൂരപ്പൻ കോളേജ് ഷൊർണൂർ SN കോളേജിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. അവസാന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കൊടകര സഹൃദയ കോളേജ് പെരിന്തൽമണ്ണ ISS കോളേജിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി. ശനിയാഴ്ച നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ രാവിലെ 7 മണിക്ക് ആതിഥേയരായ ശ്രീകൃഷ്ണ കോളേജ് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിനെയും 9 മണിക്ക് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് മണ്ണാർക്കാട് MES കോളേജിനെയും ഉച്ചയ്ക്ക് 2 മണിക്ക് വളാഞ്ചേരി MES കോളേജ്
പടിഞ്ഞാറങ്ങാടി മൈനോരിറ്റി കോളേജിനെയും 4 മണിക്ക് നടക്കുന്ന അവസാന മത്സരത്തിൽ കോഴിക്കോട് സമോറിൻ ഗുരുവായൂരപ്പൻ കോളേജ് കൊടകര സഹൃദയ കോളേജിനെയും നേരിടും. സിസിടിവി ന്യൂസ്, കേച്ചേരി. മരിച്ചവരെ അനുസ്മരിച്ച് കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ അന്നീത പെരുന്നാൾ ആഘോഷിച്ചു. കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസിന്റെ കാർമ്മികത്വത്തിൽ പള്ളിയിൽ വ്യാഴാഴ്ച വൈകിട്ട് പ്രത്യേക പ്രാർത്ഥനയും സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയും നടന്നു. ഇടവക വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, കൈസ്ഥാനി റെജിമോൻ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ അനീതെ പെരുന്നാൾ ആചരിച്ചു. വ്യാഴാഴ്ച സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് ധൂപപ്രാർത്ഥനയും ആശീർവാദവുമുണ്ടായി. വെള്ളിയാഴ്ച ശുശ്രൂഷ നടന്നു. തുടർന്ന് വിശുദ്ധ കുർബാനയും ആശീർവാദവും നേർച്ച വിളമ്പലും ഉണ്ടായി. വികാരി ഫാദർ ജോൺ ഐസക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ആന്റണി പൌലോസ്, ഇടവക പട്ടക്കാരായ ഫാദർ ജോസഫ് തോലത്ത് കോർ എപ്പിസ്കോപ്പ, ഫാദർ ജോസഫ് ജോസ്, ഫാദർ കുര്യാക്കോസ് ജോൺസൺ, ഫാദർ ജോർജ് ചാക്കോ എന്നിവർ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് കൈക്കാരൻ സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ കെ ഷീമോൻ എന്നിവരടങ്ങിയ ഇടവക മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമീണ വായനശാല വാർഷിക ജനറൽ പൊതുയോഗം നടന്നു. വായനശാല ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. സെക്രട്ടറി K രാമകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. P വിജീഷ് വരണാധികാരിയായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരവാഹികളായി MK കുഞ്ഞവറു പ്രസിഡന്റ്, ബാലചന്ദ്രൻ പൂലോത്ത് വൈസ് പ്രസിഡന്റ്, KV മധു സെക്രട്ടറി, CJ ഫ്രാൻസിസ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അനീതെ പെരുന്നാൾ ആഘോഷിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് സെമിത്തേരി ചാപ്പലിൽ സന്ധ്യാ നമസ്കാരം, അനുസ്മരണ പ്രഭാഷണം, കത്തീഡ്രൽ പള്ളിയിൽ ആശീർവാദം, നേർച്ച വിതരണവും ഉണ്ടായി. വെള്ളിയാഴ്ച രാവിലെ സെമിത്തേരി ചാപ്പലിൽ വിശുദ്ധ കുർബാന, സെമിത്തേരി ചുറ്റിക്കൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ VM ഷാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈക്കാരൻ PV ഷാജു, സെക്രട്ടറി CK ബിനു എന്നിവർ നേതൃത്വം നൽകി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മന്നലാംകുന്ന് നിർമ്മിച്ച അൽ ഹിക്മ സലഫി മസ്ജിദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൾ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു. മന്നലാംകുന്ന് സെന്ററിന് സമീപമാണ് മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. 21 സെന്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിലാണ് മസ്ജിദ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകിയ സ്ഥലവും പണവും ഉപയോഗിച്ചാണ് മസ്ജിദ് യാഥാർത്ഥ്യമാക്കിയത്. സുമനസുകളുടെ സഹായം നിർമ്മാണ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടായി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്നലാംകുന്ന് ശാഖയുടെ കീഴിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മഗ്‌രിബ് നമസ്കാരാനന്തരം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി, ജില്ലാ പ്രസിഡന്റ് KM ഹൈദരലി, ആൽത്തറ ടൗൺ മസ്ജിദ് ഇമാം മാജിദ് സലഫി പട്ടാമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ജുമാ നമസ്കാരത്തിന് സുബൈർ സലഫി പട്ടാമ്പി ഖുതുബ നിർവഹിച്ചു. നിസാർ തറയിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകി. V ഉസ്മാൻ, റഹീം തറയിൽ, ഹംസക്കുട്ടി, ബാദുഷ ബദർപള്ളി, അബ്ദുൽ ഖാദർ, അലി ബദർപള്ളി, MV അബ്ദുൾ സമദ്, MC ഇക്ബാൽ, ബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. ശിശുക്ഷേമ വകുപ്പിന്റെ ബാലപ്രതിഭാ പുരസ്കാരം നേടി അകലാട് MIC സ്കൂളിലെ 5 വിദ്യാർത്ഥികൾ. നവംബർ 14 ശിശുദിനത്തോടനുബന്ധിച്ച് ജില്ലാ ശിശുക്ഷേമ വകുപ്പ് നൽകിയ പ്രതിഭാ പുരസ്കാരമാണ് ഒരു സ്കൂളിലെ 5 കുട്ടികൾക്ക് ലഭിച്ചത്. ജില്ലയിലെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച 28 കുട്ടികളെ തെരഞ്ഞെടുത്തതിൽ 5 കുട്ടികളാണ് സ്കൂളിൽ ഇടം നേടിയത്. LKG വിദ്യാർത്ഥി ഐറിൻ സുഹൈൽ, 1ാം ക്ലാസ് വിദ്യാർത്ഥികളായ ലാസിൻ നൈനാർ, മുഹമ്മദ് ഷാമിൽ, 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റിസ്വാൻ, 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷൻസ എന്നിവരാണ് അവാർഡിന് അർഹരായത്. പഴഞ്ഞി MD കോളേജിൽ കോളേജ് യൂണിയനും ജനാധിപത്യത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി രൂപീകരിച്ച ക്ലബ്ബും ചേർന്ന് ജനാധിപത്യത്തെക്കുറിച്ച് ഏകദിന വർക്ക്ഷോപ്പ് നടത്തി. കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ ഡോക്ടർ സനത് സദാനന്ദൻ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. MD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ ജെസി ഡേവിഡ്, സ്വാശ്രയ വിഭാഗം മേധാവി ഡോക്ടർ രാജീവ്, യൂണിയൻ ചെയർമാൻ അഭിജിത്ത് TP, കൊമേഴ്സ് വിഭാഗം അധ്യാപിക TP രമിയ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണവും വെച്ച് നമസ്കാര ചടങ്ങും ഞായറാഴ്ച നടക്കും. രാവിലെ 7:30 നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സ്വാമിയാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച് താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ഭഗവാനും ഭഗവതിക്കും നിവേദ്യത്തിനായുള്ള വെള്ളി ഉരുളിയുടെ സമർപ്പണവും ഇതോടൊപ്പം ഉണ്ടാകും.
കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 103 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. 8 സ്ത്രീകൾ ഉൾപ്പെടെ 84 പേർ രക്തം ദാനം ചെയ്തു. 20 പേർ ക്യാമ്പിൽ ആദ്യമായി രക്തദാനം നടത്തി. ഇതിൽ 5 പേർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കാണ് നേതൃത്വം നൽകിയത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പിലാവ് യൂണിറ്റ് സമ്മേളനം നടത്തി. പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസി ഹാളിൽ നടന്ന യോഗം സംഘടനാ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വിദ്യാമണി അധ്യക്ഷത വഹിച്ചു. KHRA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രേംരാജ് ചൂണ്ടാലാത്ത മുഖ്യാതിഥിയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് TA ഉസ്മാൻ, ട്രഷറർ സുന്ദരൻ നായർ, യൂണിറ്റ് സെക്രട്ടറി KA അഷ്റഫ്, യൂണിറ്റ് ട്രഷറർ AU കബീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കടവല്ലൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ P മഹേഷിന്റെ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. വിപണി. അത്യാധുനിക സൗകര്യങ്ങളോടെ റാണി മേനോൻ മാക്സി വിഷൻ ഹോസ്പിറ്റൽസ് കുന്നംകുളം കാണിപ്പയ്യൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കാണിപ്പയ്യൂർ HNH സ്ക്വയർ ബിൽഡിംഗിലാണ് റാണി മേനോൻ മാക്സി വിഷൻ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. AC മൊയ്തീൻ MLA, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മാക്സി വിഷൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ GSK വേലു, ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ, മാക്സി വിഷൻ ഗ്രൂപ്പ് CEO സുധീർ VS എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 5000 ചതുരശ്ര അടി സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ആശുപത്രിയിൽ കാഴ്ചവൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും അത്യാധുനിക പരിശോധനാ ഉപകരണങ്ങളും തിമിരം, റിഫ്രാക്റ്റീവ് പ്രശ്നങ്ങൾ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള നൂതന റോബോട്ടിക് സാങ്കേതികവിദ്യകൾ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി നേത്രപരിപാലന ശസ്ത്രക്രിയാ സൗകര്യങ്ങളും ലഭ്യമാണ്. മോഡുലാർ HEPA ഫിൽട്ടറുകളുള്ള അത്യാധുനിക അണുബാധ നിയന്ത്രിത 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 3 കൺസൾട്ടേഷൻ മുറികൾ, 6 ഡയഗ്നോസ്റ്റിക് സ്റ്റേഷനുകൾ, ഹോംലി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകൾ, മുറികൾ, വിശാലമായ ഓപ്റ്റിക്കൽ സ്റ്റോർ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. ഡയബറ്റിക് റെറ്റിന, പീഡിയാട്രിക്, ഒക്കുലോപ്ലാസ്റ്റി, കോർണിയ, നേത്രരോഗത്തിലെ മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റികൾ എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും ആശുപത്രിയിലുണ്ടാകും. മാക്സി വിഷൻ കുന്നംകുളത്തേക്ക് വ്യാപിപ്പിക്കാനും ലോകോത്തര നേത്ര സംരക്ഷണ സേവനങ്ങൾ ഈ മേഖലയിൽ ലഭ്യമാക്കാനും സാധിച്ചതിൽ സന്തുഷ്ടരാണെന്ന് ചെയർമാൻ ഡോക്ടർ GSK വേലു പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായി തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ തിമിരം, ഗ്ലോക്കോമ, ലാസിക് ശസ്ത്രക്രിയകൾ എന്നിവ ചെയ്യുന്നതിന്റെ അനുഭവ സമ്പത്താണ് തന്റെ കരുത്തെന്ന് റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ പറഞ്ഞു. ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ തങ്ങൾ 70-ലധികം ആശുപത്രികളുള്ള ആശുപത്രി ഗ്രൂപ്പായി മാറുമെന്നും മുൻഗണനാ പട്ടികയിൽ കേരളം ഉൾപ്പെടുന്നതായും മാക്സി വിഷൻ ഗ്രൂപ്പ് CEO VS സുധീർ പറയുന്നു. വിപണി. കേരളത്തിലെ ജനപ്രിയ ഫാസ്റ്റ് ഫുഡ് ചെയിനുകളിൽ ഒന്നായ 5 സ്റ്റാർ ചിക്കൻ ഔട്ട്ലെറ്റ് ഗുരുവായൂർ കോട്ടപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടപ്പടി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നടൻ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായിരുന്നു. പൊതുപ്രവർത്തകൻ CD ജോൺസൺ, നീന ജോൺസൺ എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, ഗുരുവായൂർ നഗരസഭാ കൌൺസിലർമാരായ സുബിത സുധീർ, ബിബിത മോഹൻ,
ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 5 സ്റ്റാർ ചിക്കനിലെ രുചികരമായ ഐറ്റങ്ങൾക്ക് വലിയ ആരാധക വൃന്ദമാണുള്ളത്. ഫ്രൈഡ് ചിക്കൻ, ബർഗറുകൾ, റോളുകൾ, നഗറ്റ്സ്, മോമോസ് തുടങ്ങി നിരവധി രുചികരമായ ഐറ്റങ്ങൾ 5 സ്റ്റാർ ചിക്കൻ മെനുവിലുണ്ട്. സാധാരണക്കാർക്കും താങ്ങാവുന്ന വിലയാണ് ഈടാക്കുന്നതെന്ന് 5 സ്റ്റാർ ചിക്കൻ ഔട്ട്ലെറ്റ് ഉടമകളായ OT ജോയ്, ശരത് പള്ളിപ്പാട്ട്, AJ റോബിൻ എന്നിവർ പറഞ്ഞു. ഹോട്ട് ക്രിസ്പി ബർഗർ, തന്തൂരി ബർഗർ, ചിക്കൻ നഗറ്റ്സ് എന്നിവ 5 സ്റ്റാർ ചിക്കനിലെ ജനപ്രിയ ഇനങ്ങളാണ്. വിവാഹം, ബർത്ത്ഡേ തുടങ്ങി ആഘോഷ പരിപാടികൾക്ക് ഓർഡർ സ്വീകരിക്കും. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. ഓർഡറുകൾക്ക് 83 30 83 75 62 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറിയുടെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കരുതൽ സ്പർശം പദ്ധതിയുടെ ഭാഗമായി അഞ്ഞൂർ ദിവ്യദർശൻ മന്ദിരത്തിലേക്ക് പൊതിച്ചോർ നൽകി. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതി, പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ്, NSS വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അംഗപരിമിതനായ ഗൃഹനാഥനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കേ പുന്നയൂർ മച്ചിങ്ങൽ ബഷീറാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിനകത്തെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലി വളർത്തി ഉപജീവനം കണ്ടെത്തിയിരുന്ന ബഷീർ കഴിഞ്ഞ 2 വർഷമായാണ് കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ട് വീൽചെയറിലായത്. സംഭവ സമയം ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നില്ല. വടക്കേക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തെക്കേ പുന്നയൂർ ജുമാ അത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. ഷമീറ ഭാര്യയും ഉവൈസ്, ഉനൈസ് എന്നിവർ മക്കളുമാണ്. 71ാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി വെള്ളാറ്റഞ്ഞൂർ രാജീവ് ഗാന്ധി റൂറൽ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘം പ്രസിഡന്റും സ്ഥാപകനുമായ PN അനിൽ മാസ്റ്റർ പതാക ഉയർത്തി. സെക്രട്ടറി VL ജോയ്സി, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം വിവിധ പരിപാടികളോടെ നാട് ആഘോഷിച്ചു. വിദ്യാലയങ്ങളിൽ നടന്ന ശിശുദിനാഘോഷങ്ങളും വർണ്ണാഭമായി. വിശദാംശങ്ങളിലേക്ക്. തലക്കോട്ടുകര ACC സ്കൂളിൽ 40ഓളം വിദ്യാർത്ഥികൾ ചാച്ചാജിയുടെ വേഷത്തിൽ സ്കൂൾ അങ്കണത്തിൽ അണിനിരന്നു. LP വിഭാഗം വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറി. കലോത്സവത്തിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ മാനേജർ C. സെലിൻ ജോസഫ്, പ്രിൻസിപ്പൽ C. ഷാൻഡി ജോസഫ്, അധ്യാപിക ആശാദേവി, വിദ്യാർത്ഥി പ്രതിനിധികളായ റിയാൻ റോവി, നൈനിക PP, എഷൽ ലൂവിസ് എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം കൺവീനർ ഫെമി, സ്റ്റാഫ് സെക്രട്ടറി ഡാർലി എന്നിവർ നേതൃത്വം നൽകി. വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ് V ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക ശിശുദിന അസംബ്ലി ചേരുകയും ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു. നെഹ്റു വേഷധാരികളായ വിദ്യാർത്ഥികളെ സ്വീകരിക്കുകയും പ്രസംഗം, സമൂഹഗാനം, പോസ്റ്റർ നിർമ്മാണം, ക്വിസ് എന്നീ മത്സരങ്ങളും നടത്തി. ചാച്ചാജിക്കൊപ്പം പുഞ്ചിരിക്കാം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി കുട്ടികൾക്കായി പുഞ്ചിരി മത്സരവും സംഘടിപ്പിച്ചു. നെഹ്റുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയൊരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. പായസ വിതരണവും നടന്നു. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ AACC N. ജോളി ജോസ്, V. വിൻസി ജോസ്, ഫ്ലമി C. പ്രസാദ്, CG മിനി എന്നിവർ നേതൃത്വം നൽകി. പുന്നീർകുളം പെരിയമ്പലം അംഗൻവാടിയിൽ വാർഡ് മെമ്പർ KH ആബിദ് ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ സുഹൈൽ, അബ്ദുള്ള, ശ്രീനിവാസൻ, ലാലു, അധ്യാപകരായ രമ്യ, ജംഷീന, ജിഷ, ഫാറൂഖ്, ഇർഷാദ് തുടങ്ങിയവരും രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. സ്കിൽ ഗ്രൂപ്പ് ക്ലബ് വിദ്യാർത്ഥികൾക്കായുള്ള മൊമന്റോയും മധുരവും വിതരണം ചെയ്തു. അണ്ടത്തോട് ബീച്ച് അംഗനവാടിയിൽ ശിശുദിനാഘോഷം വാർഡ് മെമ്പർ PS അലി ഉദ്ഘാടനം ചെയ്തു. AK മുതുണ്ണി, അധ്യാപകരായ സിന്ധു, ഗീത, ആശാവർക്കർ രമണി, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും സംബന്ധിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ മൊമന്റോ വിതരണം ഉണ്ടായിരുന്നു. ക്ലബ്ബ് പ്രതിനിധികളായ ഫിറോസ്, സാദിഖ്, സക്കരിയ, നസീർ, റമീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാവിൻചുവട് വാർഡ് 5 അംഗൻവാടി നമ്പർ 19ന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി വാർഡംഗം A. അബു താഹിർ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി അധ്യാപിക അനിത, ഹെൽപ്പർ രജനി, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ശിശുദിന റാലിയും നടത്തി. പുന്നയൂർ പഞ്ചായത്ത് 56ാം അംഗൻവാടിയിൽ വാർഡ് മെമ്പർ ബിൻസി റഫീഖ്, ബ്ലോക്ക് മെമ്പർ കമറുദ്ദീൻ, ALMSC അംഗം ഹുസൈൻ അഗലാട്, അംഗൻവാടി ടീച്ചർ ചന്ദ്രകല, റാബിയ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ റാലിയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. മധുരപലഹാര വിതരണവും നടന്നു. ഗുരുവായൂർ താമരയൂർ ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂൾ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ ആഘോഷ പരിപാടികളോടൊപ്പം ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് അഷ്റഫ് കൂട്ടായ്മ UAE ചാപ്റ്റർ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഭക്ഷണമൊരുക്കി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് പട്ടാളം ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ അഷ്റഫ് പുന്നയൂർക്കുളം മുഖ്യാതിഥിയായി. ഇൻസൈറ്റ് ട്രഷറർ ഇന്ദിര സോമസുന്ദരൻ, ഡോക്ടർ സോമസുന്ദരൻ, കൗലത്ത് ലത്തീഫ് തുടങ്ങി സ്റ്റാഫ് അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. കലാപരിപാടികളും ഉണ്ടായി.
ഇൻസൈറ്റ് വൊക്കേഷണൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ എന്റെ കുട്ടികളുടെ കടയിലെ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. എരുമപ്പെട്ടി മങ്ങാട് RCC LP സ്കൂളിൽ ചാച്ചാജിയുടെ വേഷമണിഞ്ഞെത്തിയ കുട്ടികളോടൊപ്പം പ്ലക്കാർഡുകൾ കൈകളിലേന്തിയ കുട്ടികൾ നടത്തിയ ശിശുദിന റാലി കൗതുകകരമായി. പ്രസംഗം, പാട്ട്, ക്വിസ്, പോസ്റ്റർ നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു. പഴയകാല ഉപകരണങ്ങളെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുവാനായി ഓല കൊണ്ട് നിർമ്മിച്ച വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് പായസ വിതരണവും ഉണ്ടായി. ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ശിശുദിനം ആഘോഷിച്ചു. ഹൈസ്കൂളിൽ നിന്നുമെത്തിയ കുട്ടികളെ NSS വോളണ്ടിയേഴ്സ് മിഠായി നൽകി സ്വീകരിച്ചു. തുടർന്ന് വടക്കേക്കാട് 14-ാം വാർഡിലുള്ള 76-ാം നമ്പർ അംഗൻവാടിയിലെ കുട്ടികളുമായി ശിശുദിനം ആചരിച്ചു. കുട്ടികൾക്ക് ക്രയോൺസ്, കളറിംഗ് ബുക്ക്, സ്കെച്ച് പേനകൾ, കളിപ്പാട്ടങ്ങൾ, അലങ്കാര വസ്തുക്കൾ, മധുര പലഹാരങ്ങൾ എന്നിവ വിതരണം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ രാജി ബെന്നി, അംഗൻവാടി ടീച്ചർമാരായ ശോഭന, തങ്കമണി എന്നിവർ പങ്കെടുത്തു. NSS ലീഡർമാരായ ഷിഹാസ്, മാളവിക, അജീബ്, ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നെഹ്റു മതേതരത്വത്തിന്റെ വക്താവായിരുന്നുവെന്നും നെഹ്റുവിന്റെ മതേതര കാഴ്ചപ്പാടാണ് ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയെടുപ്പോടെ നിലനിർത്തിയിരുന്നതെന്നും ഗിന്നസ് സത്താറാദൂർ അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈസ് പ്രിൻസിപ്പാൾ രജനി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ഗനി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ഗ്ലീജി, ലീത, രുക്മിണി, മിൽക്ക, ബീന, സുനിത, ഷബ്നജ, റീബ, ആനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മോളി ടീച്ചർ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഗിന്നസ് സത്താറിന്റെ മിനിയേച്ചർ പുസ്തകമായ ഹൈക്കു കഥകളുടെ കോപ്പികളും വിതരണം ചെയ്തു. ശിശുദിന റാലിയും വിദ്യാർത്ഥികളുടെ ചാച്ചാജിയെക്കുറിച്ചുള്ള പ്രസംഗവും ഉണ്ടായി. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ പ്രധാനാധ്യാപകൻ ലൈനു PK ശിശുദിനത്തെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും സംസാരിച്ചു. ഫാൻസി ഡ്രസ്, നെഹ്റു തൊപ്പി നിർമ്മാണം, ശിശുദിന പാട്ടുകൾ, പോസ്റ്റർ നിർമ്മാണം തുടങ്ങി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വിവിധ ഗെയിമുകളും ഉണ്ടായിരുന്നു. അധ്യാപകരായ അജി സി ചിന്നൻ, നവ്യ വർഗീസ്, മിൻഡു ബേബി, ജിമി മോഹൻ, അഫ്സൽ VK, റിൻസി ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6930 രൂപ, പവന് 55,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം ചാലിശ്ശേരി പട്ടിശ്ശേരി മാമ്പുള്ളി ഞാലിൽ മുഹമ്മദ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം പട്ടിശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പരേതയായ റുഖിയ ഭാര്യയും അസീസ്, അക്ബർ, ജലീൽ, ജബ്ബാർ, റസിയ, ഷെറീന, റഷീദ എന്നിവർ മക്കളുമാണ്. നാട്ടുകാർ ഉണ്ണിക്ക എന്ന് വിളിക്കുന്ന മുഹമ്മദ് മുതിർന്ന കോൺഗ്രസ് നേതാവും കിഴക്കേ പട്ടിശ്ശേരിയിലെ മത, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിലെ സജീവ പ്രവർത്തകനുമായിരുന്നു. എളവള്ളി കാക്കശ്ശേരി മാനത്തിൽ വഴിയിൽ പാവർട്ടി വീട്ടിൽ ഭാസ്കരൻ മാസ്റ്റർ നിര്യാതനായി. 85 വയസ്സായിരുന്നു. മണത്തല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനായിരുന്നു പരേതൻ. സംസ്കാരം എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടന്നു. പരേതയായ സുലോചനയാണ് ഭാര്യ. രേണുക, രാധിക, രാഷിക, രാജീവ് എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കുന്നത്തേരി പുത്തൂർ പരേതനായ വറീദ് മകൻ ജോർജ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തി. ജെസി ഭാര്യയും മെൽവിൻ, മിഥുൻ എന്നിവർ മക്കളുമാണ്. കാട്ടകാമ്പാൽ സ്രായിൽ പരേതനായ പകിടപ്പറമ്പിൽ വേലായുധൻ ഭാര്യ അമ്മിണി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. രവി, രാജൻ, പ്രമീള, വിജയൻ, ശോഭ, പരേതനായ മോഹനൻ എന്നിവർ മക്കളാണ്. കടവല്ലൂർ സ്വദേശിയും പെരുമ്പിലാവ് പുഞ്ചിരിക്കാവ് ക്ഷേത്രത്തിന് സമീപം താമസക്കാരനുമായ പരേതരായ മേലൂട്ടുപറമ്പിൽ കുഞ്ഞുണ്ണിയുടെയും കമലത്തിന്റെയും മകൻ അശോകൻ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. താരഭാര്യയാണ്. അനന്തു മകനാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AV സന്ധ്യ രാജിവെച്ചൊഴിഞ്ഞ 9-ാം വാർഡ് ചാലിശ്ശേരിയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. സീറ്റ് നില തുല്യമായതിനാൽ UDF, LDF മുന്നണികൾക്ക് ഉപതെരഞ്ഞെടുപ്പ് നിർണായകം. ബൈക്കിലെത്തി ആക്രമിച്ച് ലോട്ടറിയും പണവും കവർന്നുവെന്ന ലോട്ടറി വിൽപ്പനക്കാരിയുടെ പരാതി വ്യാജമെന്ന ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. കേസ് നടപടികൾ അവസാനിപ്പിക്കാനൊരുങ്ങി പോലീസ്. മണത്തല പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഉടലെടുത്ത ഭൂരേഖാ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗം ഐക്യകണ്ഠേന പാസാക്കി. കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുവാൻ പോകുന്നുവെന്നത് തെറ്റായ വാർത്തയെന്നും ചെയർപേഴ്സൺ.
കടവല്ലൂർ പഞ്ചായത്തിലെ മുല്ലപ്പള്ളിക്കുന്നിലെ മണ്ണെടുപ്പിനെതിരെ സമരം നടത്തുന്ന നാട്ടുകാർക്കെതിരെ മണ്ണ് മാഫിയകളുടെ ഭീഷണി. സമരം ശക്തമാക്കാനൊരുങ്ങി സമരസമിതിയും. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് 18-ാം തീയതി തിങ്കളാഴ്ച ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകും. കലോത്സവത്തിന്റെ പ്രധാന വേദിയായ സ്കൂൾ ക്യാമ്പസ് കളറാക്കി NSS വോളണ്ടിയർമാർ. വീടിന്റെ പൂമുഖത്ത് വലിയ കാൽപാദം, ചോക്ക് കൊണ്ട് മാർക്കിങ്ങും. ആനായിക്കലാണ് സംഭവം. വീട്ടുകാർ ആശങ്കയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുന്നംകുളം നെപ്പൻസ് റോഡിൽ പനക്കൽ വീട്ടിൽ ഗീവറിന്റെ 1-ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.